രാഷ്ട്രീയ ഏകതാ ദിവസിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് ഗുജറാത്തിലെ ഏകതാ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. വിവിധ വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. 1947 നമ്മുടെ രാഷ്ട്രം മതത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷും ചേർന്ന് വിഭജിച്ചതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോയത് എന്നതിൻ്റെ ചരിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 60 വർഷക്കാലം ഭരിക്കുന്ന ഘട്ടത്തിൽ നെഹ്റു കുടുംബവും നെഹ്റു പരിവാറും എങ്ങനെ നമ്മുടെ ദേശീയ പുരുഷന്മാരെ അവഗണിച്ചു എന്നതിനെപ്പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. സർദാർ വല്ലഭഭായ് പട്ടേലിനെ മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ ശില്പി BR അംബേദ്കറിനെ പോലെയുള്ള ദേശീയ പുരുഷന്മാരെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ദേശീയ പുരുഷന്മാരെ, VD സവർക്കറെ പോലെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച പുരുഷന്മാരെ എങ്ങനെയാണ് കോൺഗ്രസ് അപമാനിച്ചത് എന്നതിൻ്റെ ചരിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിച്ചു. അങ്ങനെ കോൺഗ്രസ് ഒരു കാലഘട്ടങ്ങളിൽ അവർക്ക് ഭരണമുള്ള സമയങ്ങളിൽ നമ്മുടെ ദേശീയ പുരുഷന്മാരെ അവഗണിച്ചുവെങ്കിൽ അത്തരം വ്യക്തിത്വങ്ങളെ മുഴുവൻ ഈ രാഷ്ട്രം ഇന്ന് ബഹുമാനിക്കുകയും അവരുടെ സ്മരണകൾ ഉയർന്നു വരുന്ന ദിവസങ്ങളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം ഇപ്പോഴത്തെ സർക്കാർ എങ്ങനെയാണ് സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയത്, അദ്ദേഹത്തെ പോലെയുള്ള ദേശീയ പുരുഷന്മാരുടെ സങ്കല്പങ്ങളെ എങ്ങനെയാണ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് എന്നതിലേക്ക് കൂടി പ്രധാനമന്ത്രി വിരൽ ചൂണ്ടി. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയ ഏകതാ ദിവസിൽ നൽകിയ സന്ദേശത്തിലുടനീളം 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെ നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ദേശീയ പുരുഷന്മാരെയും എല്ലാം അപമാനിച്ചു, ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചു എന്നതിനെപ്പറ്റി. 2, 2014 ശേഷം ഈ രാഷ്ട്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെയാണെങ്കിലും അതിർത്തി കടന്നു വരുന്ന ഇസ്ലാമിക ഭീകരർക്കെതിരെയാണെങ്കിലും ഈ രാഷ്ട്രത്തിൻ്റെ സമീപനം എന്താണ് എന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഈ രാഷ്ട്രീയ ഏകതാ ദിവസിലെ സന്ദേശത്തെ എങ്ങനെ വിലയിരുത്താം ശ്രീകാന്ത്? ഗൗതം, രാവിലെ 8 മണിക്ക് ഏകതാ നഗറിലെ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു ഇന്നത്തെ രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തൊട്ടു പിന്നാലെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ പരേഡ് നടക്കുകയുണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേന പരേഡിൽ അണിനിരന്നു. കലാപരിപാടികൾ തന്നെ അരങ്ങേറി. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ തന്നെ നടക്കുന്നതിന് സമാനമായ രീതിയിൽ, തത്തുല്യമായ രീതിയിൽ പട്ടേലിനെ ആദരിച്ചുകൊണ്ട് ഈ അർദ്ധസൈനിക പോലീസ് പരേഡുകൾ അരങ്ങേറി. പിന്നാലെയാണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഇങ്ങനെയാണ്. സർദാർ ജയന്തിയുടെയും രാഷ്ട്രീയ ഏകതാ ദിവസിന്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, സർദാർ പട്ടേലിന്റെ ഭാവനകളെയും ലക്ഷ്യങ്ങളെയും സാർത്ഥകമാക്കണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം, അതായിരുന്നു സർദാർ പട്ടേലിന്റെ പ്രഥമ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഏകതാ ദിനമായി ആചരിക്കുന്നത് എന്ന് പറഞ്ഞു. 142 കോടി ജനങ്ങൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് പോലെ, ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് പോലെ അഭിമാനത്തിന്റെ ദിനമാണ് ഇന്നും ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതേ രീതിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ എങ്ങനെയാണോ ഈ രാജ്യം അതിന്റെ ശക്തി വിളിച്ചോതുന്നത്, എങ്ങനെയാണോ ആഘോഷിക്കുന്നത്, അതേ പ്രാധാന്യത്തോടെ പട്ടേലിനെ അത് തന്നെയാണ് ശ്രീകാന്ത്. ഓഗസ്റ്റ് 15 ജനുവരി 26 ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പരിപാവനമാണ് ആ ദിവസങ്ങൾ. അതിന് തത്തുല്യമായി പ്രാധാന്യമുള്ള ദിവസമാണ് ഒക്ടോബർ 31. ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ, നമ്മുടെ ഇന്നത്തെ ഭാരതത്തെ ഏകോപിപ്പിച്ച, അല്ലെങ്കിൽ ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ജയന്തി എന്നത്. അതിനാലാണ് ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന നിലയിൽ സർദാർ പട്ടേലിന്റെ ജയന്തി കൊണ്ടാടുന്നത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഏകതാ ദിവസിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കിയത്.